Class 7 മക്കളെ, വെൽക്കം ടു യുവർ 10th ചാപ്റ്റർ. 10ാമത്തെ ചാപ്റ്റർ ഏരിയ ഓഫ് ട്രയാങ്കിൾസ് ഞാൻ ഒറ്റയടിക്ക് പഠിപ്പിച്ചുതരാം. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് പഠിപ്പിച്ചു തരും. കുറച്ച് മിനിറ്റുകൾ മതി. നിങ്ങൾ എൻ്റെ കൂടെ ഈ വീഡിയോ ഒന്ന് കണ്ടു തീർക്കുക, മൊത്തം പഠിച്ചു തീർക്കാൻ പറ്റും. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ എന്താണ് ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് മക്കളെ? ട്രയാങ്കിൾസ്, ത്രികോണങ്ങൾ. എന്താണ് ട്രയാങ്കിൾ? 3 സൈഡിലുള്ള ഏത് ഷേപ്പ്? ഓക്കെ, അത് ഇങ്ങനത്തെ ട്രയാങ്കിൾ ആയിക്കോട്ടെ, ഇങ്ങനത്തെ ട്രയാങ്കിൾ ആയിക്കോട്ടെ, ഇങ്ങനത്തെ ട്രയാങ്കിൾ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ഏരിയ, പരപ്പളവ് അല്ലേ? നമ്മൾ ബാക്കിയുള്ള ഷേപ്സിൻ്റെ ഏരിയ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? സ്ക്വയറിൻ്റെ പഠിച്ചിട്ടുണ്ട്, റെക്ടാങ്കിൾ, ചതുരം, സമചതുരം പഠിച്ചിട്ടുണ്ട്, പാരലോഗ്രാം ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഷേപ്പുകളുടെയാണ്. വളരെ സിമ്പിൾ ഷേപ്പാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഈ പഠിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് വരയ്ക്കാനുള്ള ചോദ്യം ഉണ്ടാവും. ഇനി ഞാൻ നിങ്ങൾക്ക് സത്യം പറയാമല്ലോ, നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ചാപ്റ്റർ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഫോർമുല എനിക്ക് ഒറ്റയടിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റും. മക്കളെ, ഈ ചാപ്റ്റർ മൊത്തം പഠിപ്പിക്കുന്ന ഫോർമുല എന്താ പറയുക? ഏരിയ ഓഫ് ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഹാഫ് 1/2 ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ പാദം ഇൻറ്റു ഹൈറ്റ്. ഇതാണ് ഈ ചാപ്റ്ററിൽ പഠിപ്പിക്കുന്ന ഫോർമുല. പക്ഷേ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, ഏതാണ് ബേസ്, ഏതാണ് ഹൈറ്റ്, എങ്ങനെ കണ്ടുപിടിക്കണം എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിപ്പിക്കാൻ പോകുന്നത്. വിത്ത് ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റ് ബുക്കിലെ കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എൻ്റെ കൂടെ മൊത്തമായിട്ട് കൂടി ഇരുന്ന് പഠിക്കുക. നിങ്ങളുടെ എക്സാം, ക്രിസ്മസ് എക്സാമിലായിക്കോട്ടെ, ഫൈനൽ എക്സാം ആയിക്കോട്ടെ, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, നമ്മൾ പഠിച്ച് തീർക്കുന്നു. അപ്പോൾ നിങ്ങൾ ഫീഡ്ബാക്ക് എല്ലാം കമൻസിൽ അറിയിക്കുക. ഓക്കെ, എക്സാമിന് തലേന്ന് കാണുന്നതായിക്കോട്ടെ, എത്ര വർഷങ്ങൾ മുമ്പ് കാണുന്നതായിക്കോട്ടെ, എനിവേസ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻറ്റ് 2 അനൗൺസ്മെൻറ്റ്. നിങ്ങൾക്ക് 7th സ്റ്റാൻഡേർഡിൻ്റെ സൃഷ്ടി ബാച്ചിലേക്ക് ഇപ്പോഴും അഡ്മിഷൻ എടുക്കണമെങ്കിൽ അഡ്മിഷൻ എടുക്കാം. ലൈവ് ക്ലാസ് നടക്കുന്ന ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് അവിടെ നടക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡിങ്സ് കിട്ടുന്നതായിരിക്കും. പിന്നെ വർക്ക് ഷീറ്റും എക്സാംസ് ഏറ്റവും ബെസ്റ്റ് ബാച്ചാണ്, ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. ഓക്കെ, ലൈവ് ക്ലാസ് കൊണ്ട് മൊത്തം സിലബസ് സമയത്ത് തീർത്ത് എല്ലാം പഠിപ്പിച്ചു തരും. ഇനി നിങ്ങൾക്ക് അതല്ല, ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്രാഷ് ആയിട്ട് പഠിക്കാം, പെട്ടെന്ന് റിവിഷൻ ക്ലാസ് വെച്ച് പഠിച്ച് വേഗം സാർ എക്സാമിന് സെറ്റാക്കി തരാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 1000 rupees ആണ് ശരിക്കും ഫീസ്, പക്ഷേ 799 ആണ്. ഇനി ഈ സംഭവം ഫ്രീ ആയിട്ട് ഒരു പൈസയും കൊടുക്കാതെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ 7ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ്സിലെ ബാച്ചിൽ അഡ്മിഷൻ എടുത്താൽ, അടുത്ത വർഷത്തേക്ക് വേണ്ടി എടുത്താൽ ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായി. ജോയിൻ ചെയ്യണമെങ്കിൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ സമയം കാണുന്നതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. റൈറ്റ് ട്രയാങ്കിൾസ്. എന്താണ് റൈറ്റ് ട്രയാങ്കിൾസ്? റൈറ്റ് എന്ന് പറയുമ്പോൾ ശരിയായ അല്ലെ വലത്തോട്ട് തിരിയുന്നതാണോ? അല്ല. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ നോക്കാം. മക്കളെ, ഇവിടെ തന്നിരിക്കുന്ന ഒരു റെക്ടാങ്കിൾ, ചതുരം. റെക്ടാങ്കിളിന്റെ ഏരിയ എന്താ? വാട്ട് ഈസ് ദ ഏരിയ? നിങ്ങൾ എൻ്റെ കൂടെ അത് ആൻസർ ചെയ്തോ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ? നമ്മൾ ഇതിനെ ലെങ്ത് എന്ന് വിളിക്കും, നീളം എന്ന് വിളിക്കും, ഇതിനെ വീതി എന്ന് വിളിക്കും. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് അഥവാ L/B നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് റെക്ടാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ ആൻസർ എന്താ വരിക? ഏരിയ ഈസ് ഈക്വൽ ടു 6 × 4. നമ്മൾ 24 എഴുതും. ഇവിടെ സെൻറ്റിമീറ്റർ, ഇവിടെ സെൻറ്റിമീറ്റർ ആണ്, നമ്മൾ സെൻറ്റിമീറ്റർ സ്ക്വയർ അഥവാ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് ഇടും. ഇത് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു റെക്ടാങ്കിൾ ചതുരത്തിൻ്റെ ഏരിയ കുഴപ്പമൊന്നുമില്ല. ഇത് നിങ്ങൾക്കറിയാം, L/B. ഓക്കെ, ഇനി ആ റെക്ടാങ്കിളിനെ പകുതിയാക്കി അല്ലേ, ഇങ്ങനെ ഹൊറിസോണ്ടലി പകുതിയാക്കി, വെർട്ടിക്കലി പകുതിയാക്കി. ഓരോന്നിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. നമുക്ക് ഈ ഒരു പെട്ടിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വെച്ച് നോക്കാം. വീണ്ടും റെക്ടാങ്കിൾ പകുതിയാക്കിയപ്പോൾ റെക്ടാങ്കിൾ തന്നെയല്ലേ ആണ്. അപ്പോൾ ഏരിയ എന്താ ഇവിടെ വരിക? ഏരിയ ഈസ് ഈക്വൽ ടു L/B. മക്കളെ, ഇവിടെ L എന്താണ്? ലെങ്ത് 6 തന്നെ, നീളം 6 തന്നെ. 6 ഇൻറ്റു ബ്രെഡ്ത്ത് എന്താ? 2. ഓക്കെ, 4 ആയിരുന്നു, പക്ഷെ ഇനിയിപ്പോൾ 2 ആണ്. നമ്മൾ പകുതിൻ്റെ കണ്ടുപിടിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ്? 6 × 2 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം നേരത്തെ നമ്മൾ 24 കണ്ടുപിടിച്ചു. അത് പകുതിക്ക് ഇങ്ങനെ മുറിച്ചാൽ പകുതി ഏരിയ അല്ലേ? കറക്റ്റ് നടുവിൽ ഇങ്ങനെ മുറിച്ചാൽ പകുതി ഏരിയ 12 ആണ്. അപ്പോൾ 24 പകുതി. യു അഗ്രി? ഐ അഗ്രി? എവരിവൺ അഗ്രി? ഓക്കെ. ഇനി ഈ റെക്ടാങ്കിൾ നമ്മുടെ സെയിം സാധനം, ഇവനെ തന്നെ എന്ത് ചെയ്തു? ഈ പ്രാവശ്യം വെർട്ടിക്കലി മുറിച്ചു, പകുതിക്ക് ഇങ്ങനെ നേരെ മുറിച്ചു. അപ്പോൾ എന്താണ്? നമുക്ക് ഒരെണ്ണത്തിൻ്റെ ഒരു പകുതിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് നോക്ക്. ഇപ്പോൾ ഏരിയ എത്ര വരിക? ഏരിയ ഈസ് ഈക്വൽ ടു L/B. ഇവിടെ ലെങ്ത് എന്താ? 3 4 ഇഷ്ടമെടുത്തോ, 3 എടുത്തു. ബ്രെഡ്ത്ത് അപ്പം 4 ആയി. 3 × 4 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം എനിക്കും നിങ്ങൾക്ക് മനസ്സിലായി, ഒരു റെക്ടാങ്കിൾ എടുത്താൽ, ഒരു ചതുരം എടുത്താൽ 24 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിക്കോട്ടെ, അതിനെ പകുതി ഇങ്ങനെ മുറിച്ചാലും എന്താണ്? പകുതിയാവും. 24 പകുതി 12. ഞാൻ നിങ്ങൾ എഗ്രി ചെയ്യുന്നു, സമ്മതമാണ്. അങ്ങനെയാണ് അടുത്തേക്ക് വരാം. ഇനി അത് ഡയഗണലി വികരണത്തിലൂടെ മുറിച്ചാൽ എന്താ സംഭവിക്കുക? എടോ, നമ്മൾ ഇവനെ പകുതി ഇങ്ങനെ മുറിച്ചപ്പം 24 പകുതി കിട്ടി.
ഇങ്ങനെ മുറിച്ചപ്പോഴും 24 പകുതി കിട്ടി. അപ്പോൾ ഒരു സെൻസിൽ ആലോചിച്ചാൽ സാർ ഇങ്ങനെ മുറിച്ചാലും കണ്ടിട്ടല്ലേ ഇതിനെക്കാട്ടും വലുതായിട്ട് തോന്നുന്നുണ്ടോ? ഇത് പകുതി നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? അത്രേ ഉള്ളൂ സംഭവം. അതാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. 24 സെന്റിമീറ്റർ സ്ക്വയറിന്റെ ഒരു ചതുരം നമ്മൾ ഡയഗണലി മുറിച്ചാലും കുഴപ്പമില്ല. ഇവിടെ 6ഉം ഇവിടെ എന്തോ ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്കറിയാം 4ആണ്. ഓക്കെ, ഇവിടെ 4ആണ്. ഓക്കെ, അപ്പോൾ 6ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 12 അല്ല. ഓക്കെ, ഇവിടെ 24 പകുതിയാണ് 12. ഇവിടെ പകുതി. പക്ഷേ 6ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 24 കിട്ടുക ഗുണിച്ചാൽ. അപ്പോൾ ഈ 24 എങ്ങനെ 12 ആയത്? പകുതിയാക്കുമ്പോൾ അല്ലേ? അപ്പോൾ ഈ 12 ഇമ്പോർട്ടൻ്റ്, കാരണം 24 പകുതി. അപ്പോൾ ബേസിക്കലി ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു ചതുരത്തിനുള്ളിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾ ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ അല്ല. ഈ ട്രയാങ്കിൾ ആണോ ട്രയാങ്കിൾ? അല്ല. ഈ ട്രയാങ്കിൾ ആണോ ട്രയാങ്കിൾ? അല്ല. അറ്റത്തേക്കുള്ള ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ നമ്മൾ വിളിക്കും 90 ഡിഗ്രി ഉള്ളൊരു ട്രയാങ്കിൾ ആയതുകൊണ്ട് നമ്മളതിനെ റൈറ്റ് ട്രയാങ്കിൾ. എന്താണ് എടോ? ട്രയാങ്കിളിൽ റൈറ്റ് ആംഗിൾ ഉണ്ടെങ്കിൽ, റൈറ്റ് എന്ന് പറഞ്ഞാൽ 90, മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രി ഉള്ള ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ 90 ആയിരിക്കും. 2 ആംഗിൾ പറ്റുമോ 90? കമന്റ് ചെയ്ത് പറഞ്ഞാൽ 2 ആംഗിൾ 90 ആവാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വി കോൾ ദിസ് റൈറ്റ് ട്രയാങ്കിൾ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ മട്ട ത്രികോണം എന്ന് പറയും. എന്താണ് ആ ട്രയാങ്കിളിന്റെ പ്രത്യേകത? ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു ആംഗിൾ 90 ആയിരിക്കും. അത് ഒരു ആംഗിൾ 90 ആയാൽ മതി. ഓക്കെ, അപ്പം ദ ഏരിയ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. ഏരിയ എന്താ ഇവർ പറയുന്നത്? ഹാഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ്. ഓഹോ, ഇംഗ്ലീഷ്. ഒരു മട്ടത്രികോണത്തിൻ്റെയും പരപ്പളവ് ലംബവശങ്ങളുടെ ഗുണനഫലമാണ്. എന്താണ് ഇതിൽ പെർപെൻഡിക്കുലർ സൈഡ്സ്? 90 ഡിഗ്രി ഇവിടെ ഉള്ളത്, അതിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ള സൈഡുകളാണ് പെർപെൻഡിക്കുലർ സൈഡ്. ഇതല്ല, ഇവൻ പെർപെൻഡിക്കുലർ സൈഡ് അല്ല, കാരണം ഇവൻ്റെ ഇപ്പുറത്ത് വേറെ ആംഗിൾസാണ്. അപ്പോൾ ഞാൻ ഇവിടെ നോക്കിയാൽ ഇവിടെ 3 × 4, പക്ഷെ കഴിഞ്ഞില്ല. ഹാഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ നോക്കിയാൽ ഹാഫ് ഇൻറ്റു പ്രൊഡക്റ്റ് ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ്. ഇവിടെ 3ഉം 4ഉം ആണ്. അപ്പോൾ എത്രയാണ്? 3 × 4 12. 12ൻ്റെ പകുതി 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇയാളുടെ ഏരിയ, ഈ ട്രയാങ്കിളുടെ ഏരിയ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് പെർപെൻഡിക്കുലർ സൈഡ്സ്? ഞാൻ നിങ്ങൾക്കൊരു നോക്കിയ ഒരു ട്രയാങ്കിൾ ആണ്. 5, 10, 16. ഓക്കെ, 5, 10, 16. ഇത് നിങ്ങൾ പറഞ്ഞേ, ഇതിൽ ഏതൊക്കെയാണ് പെർപെൻഡിക്കുലർ സൈഡ്സ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേ. വെറുതെ ഞാനൊരു ട്രയാങ്കിൾ കമൻറ്റ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ്. ഇത് പെർപെൻഡിക്കുലറിൻ്റെ ഒരു സിമ്പിൾ ആട്ടോ, പെർപെൻഡിക്കുലർ സൈഡ്സ്. ഇത് ഏതാണ് പെർപെൻഡിക്കുലർ സൈഡ്സ്? ലംബക വശങ്ങൾ ഏതൊക്കെയാണോ? 90 ഡിഗ്രി ഇതാണെങ്കിൽ അതിൻ്റെ ഇപ്പുറം ഉള്ളത് 90 ഡിഗ്രിൻ്റെ അടുത്താൽ 10ഉം 5ഉം. അപ്പോൾ ഇതിൻ്റെ ഏരിയ ഇങ്ങനെ വരിക. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആ രണ്ട് സൈഡുകൾ 5 × 10. 50ൻ്റെ പകുതി 25 സെൻറ്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായോ? 90ൻ്റെ അടുത്തുള്ള രണ്ട് സൈഡിനെ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയാം. അത് മൾട്ടിപ്ലൈ ആണ്. ഹാഫ് മറക്കരുത്, ഹാഫിന് പകരം 0.5 ഉപയോഗിക്കാം. ഓക്കെ, ഇത് റൈറ്റ് ട്രയാങ്കിൾസിന്, മട്ട ത്രികോണത്തിന്. അത് മനസ്സിലായി. ഓക്കെ, സംഭവം കിട്ടി. ക്വസ്റ്റ്യൻ ചെയ്യാൻ ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ, നൗ യു കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ഷോൺ ബ്ലാ. ഈ ട്രയാങ്കിളിന്റെ പരപ്പളവ് ഏരിയ കണ്ടുപിടിക്കാൻ സിമ്പിൾ. ഫസ്റ്റ് ട്രയാങ്കിൾ, മഞ്ഞ ട്രയാങ്കിൾ. ആൻസർ പറയട്ടെ. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 90 ഡിഗ്രീൻ്റെ ഇപ്പുറം അപ്പുറമുള്ള സൈഡ്സ് 5ഉം 3ഉം. അപ്പോൾ എത്രയാ? ഹാഫ് ഇൻറ്റു 3 × 5. 15ൻ്റെ പകുതി എത്രയാ? 15/2, അഥവാ 15ൻ്റെ പകുതി 7.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. അല്ലെങ്കിൽ 15/2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ നോക്കി, ഇവിടെ ഏരിയ എന്താ വരിക? ഇവിടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ സൈഡ്സ്. 5ഉം 4ഉം. 5 × 4. 5 × 4 20. 20ൻ്റെ പകുതി 10. 10 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ എടുക്കണം, ഇവിടെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ എടുക്കണം. ഓക്കെ, രണ്ട് ട്രയാങ്കിൾ. അപ്പോൾ ഇവൻ്റെ ആദ്യം കണ്ടുപിടിക്കാം. ഇവൻ്റെ ഏരിയ എത്രയാ? ഹാഫ് ഇൻറ്റു മക്കളെ ഈ ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡുകൾ എന്താ? 3ഉം 3ഉം അല്ലേ? അപ്പോൾ എന്താണ്? 3 × 3. അപ്പോൾ എത്ര? 9/2. 9/2 സെൻറ്റിമീറ്റർ സ്ക്വയർ. അത് ഒരാളുടെ. മറ്റേ ആളുടെയോ സെയിം സംഭവം അല്ലേ? നോക്കിയേ, ഇവിടെ 3, ഇവിടെ 3. ഈ ട്രയാങ്കിൾ കേട്ടോ, ഈ ട്രയാങ്കിൾ. ഓക്കെ, നോക്കി, ഈ ട്രയാങ്കിളിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ അവിടെയും 3ഉം 3ഉം ആണ്. ഹാഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ സൈഡ്സ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 3 × 3. അപ്പോൾ എത്ര? വീണ്ടും 9/2. നമുക്ക് മൊത്തത്തിൻ്റെ പരപ്പളവ് വേണ്ട, അല്ല മൊത്തത്തിൻ്റെ ഏരിയ വേണം. അപ്പം ഇവനെയും കൂട്ടിക്കേ. ടോട്ടൽ ഈസ് ഈക്വൽ ടു 9/2 + 9/2 18/2. പകുതി കൂട്ടിയ സെയിം സാധനം കേട്ടോ. 18/2 9 സെൻറ്റിമീറ്റർ സ്ക്വയർ.
9ന്റെ പകുതി 9ന്റെ പകുതി കൂട്ടിയാൽ 9 കിട്ടും. ഓക്കെ, നമ്മളൊരു അൽഫാമിന്റെ പകുതി പറഞ്ഞാൽ നമുക്കൊരു അൽഫാം കിട്ടില്ലേ. അതേപോലെ ചിക്കൻ ബിരിയാണിയുടെ ഹാഫും ചിക്കൻ ബിരിയാണി ഹാഫും കൂട്ടി ചിക്കൻ ബിരിയാണിയെക്കാട്ടും കൂടുതൽ കിട്ടും. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരു ബിരിയാണി കടയിൽ പോയിട്ട് ഹാഫ് ബിരിയാണി 2 പറഞ്ഞാൽ ഒരു ബിരിയാണിയെക്കാട്ടും കൂടുതലുണ്ടാവും. ബൈ കമൻറ്റ് ചെയ്തോ, നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ പെർപെൻഡിക്കുലർ ട്രയാങ്കിൾസ് അഥവാ റൈറ്റ് ട്രയാങ്കിൾസ് 90 ഡിഗ്രി വരുന്ന ട്രയാങ്കിൾസിൻ്റെ കാര്യം കണ്ടു. 90 ഡിഗ്രി എല്ലാ ട്രയാങ്കിൾസിനും വരുമോ? ഇല്ല, ചില ട്രയാങ്കിൾസ് സാർ 90 ഡിഗ്രി ഉണ്ടാവില്ല, വേറെ ഏതെങ്കിലും ആംഗിൾ ആയിരിക്കും. അവിടെ എന്താണ് ചെയ്യുക? വളരെ സിമ്പിൾ. അവിടെ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ സൈഡ്സ് അല്ല, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഇൻറ്റു ഹൈറ്റ്, പാദം ഇൻറ്റു ഉയരം. പാദം നിലവശം, ഓക്കെ, ഉയരം അവിടുന്ന് 90 ഡിഗ്രി. ഹൈറ്റ് എന്ന് പറയുമ്പം ബേസിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ബേസ് ഇങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഇങ്ങനെ ആയിരിക്കും, ബേസ് ഇങ്ങനെയാണ് ഹൈറ്റ് ഇങ്ങനെ ആയിരിക്കും, ബേസ് ഇങ്ങനെയാണ് ഹൈറ്റ് ഇങ്ങനെ ആയിരിക്കും, ബേസ് ഇങ്ങനെയാണ് ഹൈറ്റ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, എല്ലാം 90 ഡിഗ്രിയാണ്. ഇവർ തമ്മിൽ 90 ഡിഗ്രി ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ഹാഫ് ബി എച്ച്. ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ബോറിംഗ് എക്സാമ്പിൾ വിട്ടിട്ട് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു ബേസ് നിലംഭാഗം എടുത്തോ, കുഴപ്പമില്ല. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ ആയിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. ഞാൻ കാണിച്ചു തരാം. വാട്ട് ഇസ് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ? മക്കളെ, ടെക്സ്റ്റ് ബുക്കുകാരൻ നമ്മളിങ്ങനെ കണ്ടുപിടിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. ആദ്യം നിങ്ങൾ ഇത് കണ്ടുപിടിക്കുക, ഇത് നിങ്ങൾ കണ്ടുപിടിക്കുക. സി, ഈ ട്രയാങ്കിൾ നോക്കിയേ, അതിൻ്റെ ഏരിയ, അതിൻ്റെ ബേസ് എന്താ? ബേസ് എവിടെ? ബേസ് എന്ന് പറഞ്ഞാൽ സാർ ഈ താഴെ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിലോ ടെക്സ്റ്റ് ബുക്കിലോ താഴെയുള്ള സൈഡ് എടുക്കണം നിർബന്ധമുണ്ടോ? ഇല്ല. ഇത് ബേസ് ആയിട്ട് എടുക്കാം, ഇത് ബേസ് ആയിട്ട് എടുക്കാം. പക്ഷേ ഈ ചോദ്യത്തിൽ ഇവിടുത്തെ മെഷർമെൻറ്റ് കണക്ക് തന്നില്ല, ഇവിടെയും തന്നിട്ടില്ല. അപ്പം ഞാൻ ബേസ് ചെയ്തിട്ട് എടുക്കുക. ഇതാണ് എൻ്റെ ബേസ്. ഓക്കെ, ഇനി ബേസ് ഏതെടുക്കുന്നോ, ഓക്കെ, ബേസ് ഞാൻ താഴെവശം എടുത്താൽ ആ ബേസിൽ നിന്ന് അപ്പുറത്തെ സൈഡിലെ ഏറ്റവും മുകളിലേക്ക് എത്തണം. ഓക്കെ, അവിടെ ഞാൻ ഇവിടെ ബേസ് എടുത്താൽ ഇതാണ് ഹൈറ്റ്. ഓക്കെ, ഇതാണ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പാദമിൻ്റെ ഉയരം, ബേസിൻ്റെ ഹൈറ്റ് അഥവാ ഓൾട്ടിറ്റ്യൂഡ് ഉണ്ട്. ബേസിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് എന്നൊക്കെ സെയിം ആട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിയാൽ അത് ഹൈറ്റ് എന്ന്. അപ്പം ബേസ് എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര? 2ഉം 4ഉം 2 + 4 എത്ര? 6 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ക്വസ്റ്റ്യനിലാണ് തന്നിട്ടുണ്ട്, ഫോട്ടോയിൽ എത്രയാ? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഏരിയ എത്രയാണെന്ന് പറഞ്ഞാൽ? ഏരിയ എത്രയാ? ഏരിയ ഈസ് ഈക്വൽ ടു, പഠിച്ചോ, ഹാഫ് ബി എച്ച്. ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അവിടെ 2 നമ്പർ മൾട്ടിപ്പിൾ, ഹാഫ് ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ 6, ഹൈറ്റ് എന്ന് പറയുമ്പോൾ 3. 6 × 3 18, 18ന്റെ പകുതി 9, 9 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടിപൊളി. നോക്കിയേ, ഇത് ബേസ് ആയിട്ട് എടുക്കണം, ഇത് ഹൈറ്റ് ആയിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. മക്കളെ നോക്കിയേ, ട്രയാങ്കിൾ ഞാൻ ഇങ്ങനെ തന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ പറയാണ് ഇങ്ങനെ കേട്ടോ. ഓക്കെ, ഞാൻ റഫായിട്ട് വരയ്ക്കാം. ഇത് 10 സെൻറ്റിമീറ്റർ, ഇത് 7 സെൻറ്റിമീറ്റർ, ഇത് 6 സെൻറ്റിമീറ്റർ. ഓക്കെ, ഒരു എക്സാമ്പിളിനാണ്. ഇനി നിങ്ങൾക്കറിയാം ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഹാഫ് ബി എച്ച് വേണം. ഓക്കെ, നിങ്ങളിതിൽ ആരാണ് ബേസ് ആയിട്ട് എടുക്കുക? ആരെയും ബേസ് ആയിട്ട് എടുക്കുക. 6 എടുക്കാം, 7 എടുക്കാം, 10 എടുക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ ഞാൻ ഒരു മെഷർമെൻറ്റ് കൂടി 5 സെൻറ്റിമീറ്ററാണ് നമ്മുടെ ഈ പെർപെൻഡിക്കുലർ, ഈ വര കേട്ടോ, ഡോട്ടഡ് ലൈന്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ ഇവനെ ബേസ് എടുത്തു, അവനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് ഹൈറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ബേസിനോട് പെർപെൻഡിക്കുലർ ലൈൻ ഹൈറ്റ്. അപ്പോൾ ഈ ബേസ് എടുക്കുകയാണെങ്കിൽ ഈ ഹൈറ്റ് എടുക്കണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ 6 സെൻറ്റിമീറ്റർ ഞാൻ ബേസ് എടുക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ ആ 6 സെൻറ്റിമീറ്ററിൽ നിന്നുള്ള ഹൈറ്റ് കാണുന്നുണ്ടോ? ഇല്ല. ഇല്ലേ, ഇവിടെ ഹൈറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. 10 സെൻറ്റിമീറ്റർ ഇവിടെ ഉണ്ട്, അത് ബേസ് ആയിട്ട് എടുത്താൽ അതിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് ഹൈറ്റ് ഉണ്ടോ? ഉണ്ട്. അപ്പോൾ 10 ബേസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ബേസ് 10 എടുക്കുന്നു, ഹൈറ്റ് 5 എടുക്കുന്നു. അപ്പോൾ 10 × 50, 50/2 25 സെൻറ്റിമീറ്റർ സ്ക്വയർ. സാറേ 7 സെൻറ്റിമീറ്റർ ബേസ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? പറ്റും. പക്ഷെ അവൻ്റെ ഹൈറ്റ് എവിടെ ഇടോ? അവൻ്റെ ഹൈറ്റ് നമുക്കറിയില്ല. അപ്പോൾ ഏത് ബേസ് എടുത്താലും കുഴപ്പമില്ല, പക്ഷെ അവൻ്റെ ഹൈറ്റ് ഉണ്ടാവണം, അവിടെ നിന്നായിരിക്കണം ഹൈറ്റ് ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. നിങ്ങൾക്ക് പൊതുവെ അങ്ങനെ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ വരില്ല. നിങ്ങൾക്ക് ഒരു ബേസും തരും, അതിനോട് കറക്റ്റായ ഹൈറ്റും തരും. ഇതിൻ്റെ ഏരിയ ഒന്ന് വേഗം കമൻറ്റ് ചെയ്തേ. ഇതിൻ്റെ ഏരിയ ഒന്ന് എല്ലാവരും കമൻറ്റ് ചെയ്തേ. ഹാഫ് ഇൻറ്റു ബേസ് 8 × 3. ഇത് നിങ്ങൾ കമൻറ്റ് ദി ആൻസർ. പക്ഷേ യൂണിറ്റ് വേണം, യൂണിറ്റ് മറക്കരുത്. ഇത് ബേസ്, ഇത് ഹൈറ്റ്. ഓക്കെ, റെഡി? ഈ ചോദ്യങ്ങൾ നോക്കി വേഗം നമുക്കൊന്ന് ചെയ്യാം. ഇതിൻ്റെ ഏരിയ എത്ര? ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ് മക്കളെ? ഫസ്റ്റ് ട്രയാങ്കിൾ 5 × 4, 20ന്റെ പകുതി 10 സെൻറ്റിമീറ്റർ സ്ക്വയർ. കറക്റ്റ് അല്ലേ? 5 × 4 20ന്റെ പകുതി. ഇവിടെ നോക്കിയാൽ ഹൈറ്റ് നോക്കി, ഈ ട്രയാങ്കിൾ ഇതാണ് ബേസ് അല്ലേ? ഈ ബേസ് ഇങ്ങനെ പോയിട്ട് നോക്കിയാൽ ഇവിടെ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം ട്രയാങ്കിൾ അപ്പുറത്തേക്ക് ചേരിഞ്ഞിട്ടാ സാർ. അപ്പം ഇവിടുന്ന് ഇങ്ങനെ ഹൈറ്റ് കണ്ടുപിടിക്കുന്നതിന് പകരം നമുക്ക് പുറത്തുനിന്ന് ഹൈറ്റ് കണ്ടുപിടിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇത് 90 ഡിഗ്രി അല്ലേ? ഇത് 90 ഡിഗ്രി അല്ലേ? നോക്കിയേ, ഇത് ഹൈറ്റ്
ഫോർ എക്സാമ്പിൾ ഞാൻ ബേസിൽ നിന്ന് ഇങ്ങനെ ഒരു 90 ഡിഗ്രി വരച്ചാൽ സെയിം സാധനമല്ലോ. ഇത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 3 സെൻറ്റിമീറ്റർ, ശരിയല്ലേ? അപ്പുറത്തായാലും ഇപ്പുറത്തായാലും കുഴപ്പമില്ല, 3 അല്ലേ? നമുക്ക് ബേസിൽ നിന്ന് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലേക്ക് പോകാൻ പറ്റുന്ന അത്രയും പോകണം നമ്മുടെ ട്രയാങ്കിളിൽ. ഓക്കെ സാർ, ഇവിടെ വരെ പോകണോ? വേണ്ട, ഇവിടെ വരെ മതിയോ? പോരാ, നമ്മൾ ഏറ്റവും ടോപ്പ് വരെ ഇവിടെ വരെ പോകണം, ഇവിടെ വരെ. ഓക്കെ, അപ്പോൾ ഇത് ഹൈറ്റ്, ഇവനാണ് ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് പുറത്തായാലും ഉള്ളിലായിരുന്നു കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇത് ബേസ്. അപ്പം ഇവിടുത്തെ ഏരിയ എത്ര? ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസിൻ്റെ ബേസ് എത്ര? 4 × 3. 4 എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, ഇത് മാറ്റല്ല, 4 തന്നെ. ഇത് സാർ എക്സ്ട്രാ എടുക്കണം, വേണ്ട. അപ്പം എന്താണ് ഹാഫ് ഇൻറ്റു 4 × 3 എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു 4 12. 12ൻ്റെ പകുതി 6 സെൻറ്റിമീറ്റർ സ്ക്വയർ, 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. സിമ്പിൾ. ഇനിയാണ് ടെക്സ്റ്റ് ബുക്കാർ പറയുന്നത് ദ ഏരിയ ഓഫ് എനി ട്രയാങ്കിൾ ഇസ് ഹാഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ബേസ് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, ഉയരം. ഓക്കെ, ഒരു ത്രികോണത്തിൻ്റെയും ഏത് ത്രികോണത്തിൻ്റെയും പരപ്പളവ് പാദത്തിൻ്റെയും ഉയരത്തിൻ്റെയും ഗുണനഫലത്തിൻ്റെ പകുതിയാണ്. ഹാഫ് ബി എച്ച്. എല്ലാവരും ഹാഫ് ബി എച്ച്, ഹാഫ് ബി എച്ച്, ഹാഫ് ബി എച്ച്, ഹാഫ് ബി എച്ച് പഠിച്ചോ? നിങ്ങൾ 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, 11ാം ക്ലാസ്, +2 അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പഠിക്കാനുണ്ട്. എല്ലായിടത്തും ആവശ്യം വരുന്ന സാധനമാണത്. ഓക്കെ, ഇതാ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങളിതൊക്കെ ചെയ്യണം. കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഈ ഏരിയ കണ്ടുപിടിക്കാൻ എത്രയും കൂടി ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു വരയ്ക്കാനുള്ളതും സെയിം ഏരിയൻ്റെ ഒരു ക്വസ്റ്റ്യൻസാണ്. ഫൈൻഡ് ദ ഏരിയാസ് ഓഫ് ദ ട്രയാങ്കിൾ ഗിവൺ ബിലോ. ഓരോന്നും നമുക്ക് ചെയ്യാം. ഇവൻ്റെ നോക്കിയാൽ ബേസ് 4, ഹൈറ്റ് 2, ഏരിയ ഈസ് ഈക്വൽ. അവിടെ ഫോർമുല വീണ്ടും 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 എഴുതി പഠിച്ചോ. ഇവിടെ നോക്കി ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ഓക്കെ, ഹാഫ് ബേസ് എത്രയാ? 4 × 2. 4 × 2, ആ 2 × 2 കട്ടായപ്പോൾ എത്ര ആൻസർ? ഇവിടെ 4 സെൻറ്റിമീറ്റർ സ്ക്വയർ. കറക്റ്റാണല്ലോ, അത് 4 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇവിടെ ബേസ് ഇവിടെയാ മേലുള്ളത് ബേസ്, പക്ഷേ ആ ബേസിൽ നിന്നായിരിക്കണം ഹൈറ്റ്. ഉണ്ടോ ബേസിൽ അല്ലേ? നമ്മുടെ ബേസിൽ ജോസഫ് അല്ല, പക്ഷേ ഇതാണ് ബേസ്. ബേസിൽ നിന്നുള്ള ഹൈറ്റ് ആയിരിക്കണം, അതിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ ഇവൻ്റെ ഏരിയ എത്ര? ഇവൻ്റെ ഏരിയ എത്ര? ഹാഫ് ബി എച്ച്. എഴുതിക്കോ, ഫോർമുല എപ്പോഴും എഴുതിക്കോ. ഹാഫ് ബേസ് എന്താണ്? 6 ഇൻറ്റു ഹൈറ്റ് എത്ര? ഇതിൽ നിന്ന് വരുന്ന പെർപെൻഡിക്കുലർ. 6 × 3 18. 18ൻ്റെ പകുതി 9 സെൻറ്റിമീറ്റർ സ്ക്വയർ. യൂണിറ്റ് മാർക്ക് ചെയ്യരുത്, സ്ക്വയർ സെൻറ്റിമീറ്റർ എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ നോക്കിയാൽ ചെരിഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല സാർ. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ഹാഫ് എന്ന് പറയുമ്പം ഹാഫ്, ബി എന്ന് പറയുമ്പോൾ 5, ഹൈറ്റ് എന്ന് പറയുമ്പോൾ 4. ഓക്കെ, 20ൻ്റെ പകുതി 10 സെൻറ്റിമീറ്റർ സ്ക്വയർ. സിമ്പിൾ. ഇവൻ 4ഉം 3ഉം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഐ എം ഗിവിങ് ദിസ് എസ് ഹോംവർക്ക്. ഓക്കെ, നിങ്ങൾ പക്ഷേ ഹോംവർക്കായിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ 10 എന്ന് പറഞ്ഞിട്ടുണ്ടോ? 10ാമത്തെ ക്വസ്റ്റ്യൻ, അത് നമ്മൾ തമ്മിലുള്ള സീക്രറ്റാണ്. കാരണം എന്താണ്? അല്ലാണ്ട് എല്ലാ ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ ഏത് കമൻറ്റാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവില്ല. 10ാമത്തെ ക്വസ്റ്റ്യനായിട്ട് ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതോ എടുത്ത് സെയിം ഏരിയ നോക്കിയേ. ഇത് 4 ബേസ്, ഇത് 3 ഹൈറ്റ്. ഇത് 3 ബേസ്, 4 ഹൈറ്റ്. ബേസും ഹൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല. കാരണം നോക്കിയേ, ഇവിടെ ഹാഫ് ഇൻറ്റു 4 × 3, ഇവിടെ ഹാഫ് ഇൻറ്റു 3 × 4. സെയിം അല്ലേ? നിങ്ങൾ ആൻസർ ചെയ്യുക കമൻസിൽ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടും കമൻറ്റ് ചെയ്തോ. സിമ്പിൾ ചോദ്യങ്ങൾ, അതും ആൻസർ ചെയ്തു. ഇനി നോക്കി, ഇനിയാണ് നമ്മുടെ ചാപ്റ്ററിൽ കുറച്ചുകൂടി രസകരമായ ടോപ്പിക്കിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, വരയ്ക്കാനും സെയിം ഏരിയയിലുള്ള ട്രയാങ്കിൾസ് കണ്ടുപിടിക്കണം. അവിടെ അതും കൂടി കഴിഞ്ഞ ചാപ്റ്റർ. നിങ്ങൾ എവിടെ വരെ എത്തി? ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അനിൽ സാറിൻ്റെ ക്ലാസ് ഇഷ്ടമാണ്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ ബിലോ? ഈ ഏരിയ എത്രയാണ്? പരപ്പളവ് എത്രയാണ്? നമുക്ക് നോക്കാം. ഏരിയ എന്ന് പറഞ്ഞാൽ കട്ടി കൊടുക്കട്ടെ. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണോ? 7 × 4. അപ്പം നോക്കിയാൽ 7 × 4 28. 28ൻ്റെ പകുതി 14 സെൻറ്റിമീറ്റർ സ്ക്വയർ, 14 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഡ്രോ എ റൈറ്റ് ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ. സെയിം പരപ്പളവുള്ളൊരു മട്ട ത്രികോണം വരയ്ക്കാൻ പറഞ്ഞു. ഇവിടെ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണോ നോക്കിയേ. ഇതൊരു 60 ഡിഗ്രി ഏകദേശം ഉണ്ടാവും. ഇതൊരു 30 ഡിഗ്രി, 30 അല്ല ഒരു 40 ഡിഗ്രി ഉണ്ടാവും. ഇത് വേറെ എന്തോ ഡിഗ്രി അല്ലേ? നമുക്കത് വിഷയമല്ല. റൈറ്റ് ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ. ഡ്രോ ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ വിത്ത് 1 ആംഗിൾ ഗ്രേറ്റർ ദാൻ റൈറ്റ് ആംഗിൾ. എങ്ങനെയാണ് ചെയ്യുക? ഫസ്റ്റ് തന്നെ നിങ്ങൾ ഈ ട്രയാങ്കിൾ എങ്ങനെയാണ് വരയ്ക്കുക? ഇവിടെ 7 സെൻറ്റിമീറ്റർ ബേസ് എനിക്കും നിങ്ങൾക്കും വരയ്ക്കാൻ പറ്റും, ഒരു പണിയില്ല. 4 സെൻറ്റിമീറ്റർ ഉയരവും വേണം. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാ, നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടന്നിട്ട് തിരിച്ചു വരിക ഏറ്റവും ബുദ്ധി. ഓക്കെ, ചെന്ന് നോക്കിയാൽ സെയിം ബേസ് നോക്കിയേ. ഈ 2 ട്രയാങ്കിൾ നോക്കിയാൽ ഇവിടെ 8 ബേസ്, ഇവിടെ 8 ബേസ് അല്ലേ? പാദം 8. ഇവിടെ ഹൈറ്റ് എത്രയാണ്? 3. ഇവിടെ ഹൈറ്റ് 3. ഓക്കെ, ഇയാളുടെ ഏരിയ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ ഇയാളുടെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഇത്. അപ്പോൾ എത്ര? 8 × 3 24. 24ൻ്റെ പകുതി 12. ഓക്കെ, ഇവിടെ ഏരിയ എത്രയാണ് മക്കളെ? വീണ്ടും
ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു 8 × 3. ഇവിടെ സെയിം നമ്പേഴ്സിൻ്റെ കാൽക്കുലേഷൻ അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏരിയ സെയിം ആവണമെങ്കിൽ, ഏരിയൻ്റെ ഫോർമുലയുടെ ഏരിയ, രണ്ട് ട്രയാങ്കിളുടെ ഏരിയ സെയിം ആവണമെങ്കിൽ എന്തൊക്കെ സെയിം ആവണം? ഹാഫ് സെയിം ആവണം. ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ് അല്ലേ. അപ്പോൾ ഹാഫ് സെയിം ആവണ്ട, ഹാഫ് എപ്പോഴും സെയിം ആയിക്കോളും. ബേസ് സെയിം ആവണം, ഹൈറ്റ് സെയിം ആവണം. ബേസും ഹൈറ്റും, പാദവും ഉയരവും, ഓക്കെ, 8 ഉം 3 ഇവിടെയാണെങ്കിൽ ഇവിടെ 8 3. അപ്പോൾ പക്ഷേ ഷേപ്പ് സെയിം ആണോ നോക്കിയേ. ഇവിടെ ഈ ട്രയാങ്കിൾ നടുക്കിലാണ് ഇങ്ങനെ, ഇത് ഒരു ചെരിഞ്ഞ ട്രയാങ്കിൾ അല്ലേ. പക്ഷെ ഞാൻ ഇങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് വെച്ചാൽ സെയിം ഹൈറ്റ് ആണ്, പക്ഷേ ഏരിയ സെയിം ആണ്. അപ്പം സെയിം ഏരിയ ആണ് രണ്ട് ട്രയാങ്കിളും. ഓക്കെ, ഈ ട്രയാങ്കിളിനും സെയിം പരപ്പളവ്, സെയിം ഏരിയ ആണ്. ഓക്കെ, പക്ഷേ ഷേപ്പ് വ്യത്യാസമാണ്. ഷേപ്പ് കുഴപ്പമില്ല, ബേസും ഹൈറ്റും സെയിം ആണെങ്കിൽ ഏരിയ സെയിം, ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവർ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്തു, എല്ലാം ട്രയാങ്കിൾ നോക്കിയാൽ ഇവിടെ 8 സെൻറ്റിമീറ്റർ ബേസുള്ള കുറേ ട്രയാങ്കിൾ എടുത്തു. ഓക്കെ, അപ്പം ഇതിൻ്റെ ബേസ് 8 ആണ്, ഇതിൻ്റെ ബേസ് 8 ആണ്, ഇതിൻ്റെ ബേസ് 8 ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഏതെങ്കിലും ട്രയാങ്കിൾ ഹൈറ്റ് കൂടുതലുണ്ടോ? മേലേക്കാണോ? അല്ല, എല്ലാത്തിനും സെയിം ഹൈറ്റ്. എത്ര അവിടെ ഹൈറ്റ് നോക്കി? എല്ലാത്തിനും 3 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ബേസ് 8, ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് 3, ഈ ട്രയാങ്കിളിൻ്റെ ബേസ് 8, ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് 3, 8 3 8 3 8 3, എല്ലാവർക്കും 8 3 ആണ്. അപ്പോൾ എല്ലാവരുടെ ഏരിയ സെയിം അല്ലേ? എല്ലാവരുടെയും സെയിം ഏരിയ ആണ്. സെയിം ഏരിയ അഗ്രീഡ് എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ നോക്കി, അതാണ് ഇവർ സെയിം ഹൈറ്റിലാണ് എല്ലാവരും. സെയിം ഹൈറ്റും സെയിം ബേസും അല്ലേ മക്കൾ? ഇത് സെയിം ബേസ്, സെയിം പാദവും സെയിം ഹൈറ്റുമാണ്, സെയിം ഏരിയ ആണ്. ഓക്കെ, അപ്പം ഏരിയ മാറാതെ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ നോക്കിയേ, നിങ്ങളോട് ഈ ട്രയാങ്കിളിൻ്റെ സെയിം ഏരിയ ഉള്ളൊരു വേറെ ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ ആ സെയിം ഹൈറ്റിൽ ഇങ്ങനെ വേറെ ട്രയാങ്കിൾ വരച്ചോ. അപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയാം ഈ ട്രയാങ്കിൾ തന്നു, എന്നിട്ട് പറയാം സെയിം ഏരിയയുള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞു. എന്താ നിങ്ങൾ ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ 8 സെൻറ്റിമീറ്റർ ആദ്യം വരയ്ക്കും. ഓക്കെ, ബേസ് 8 സെൻറ്റിമീറ്റർ ആണല്ലോ, 8 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി നിങ്ങൾ 3 സെൻറ്റിമീറ്റർ ഇങ്ങനെ വരയ്ക്കുക. 3 സെൻറ്റിമീറ്റർ ഇങ്ങനെ വരച്ചു. ഓക്കെ, 3 സെൻറ്റിമീറ്റർ വരച്ചു. എന്നിട്ട് നിങ്ങളുടെ ഈ ലൈനിനോട്, ഈ പാദത്തിനോട്, ബേസിനോട് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കണം. ഓക്കെ, ഇത് 90 ഡിഗ്രി ആണല്ലോ, നിങ്ങൾക്കറിയാം 90 ഡിഗ്രി പെർപെൻഡിക്കുലർ. ഈ പെർപെൻഡിക്കുലർ വരയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുക. സെറ്റ് സ്ക്വയർ അല്ല ഇങ്ങനത്തെ സാധനം, ഇതേ ഇങ്ങനെ ഈ സെറ്റ് സ്ക്വയർ, അവരെ നിങ്ങൾ ഈ സ്കെയിലായിട്ട് വെച്ചിട്ട് നിങ്ങൾ നീക്കി മേലേക്ക് കൊണ്ടുവരാം. ഓക്കെ, സെറ്റ് സ്ക്വയർ വെച്ചിട്ട് പാരലൽ എന്താ ഇങ്ങനെ സെറ്റ് സ്ക്വയർ വെച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ സെറ്റ് സ്ക്വയർ വെച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ ഉണ്ടാകും സെറ്റ് സ്ക്വയർ. എന്നിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക. അപ്പം ഇതിനോട് പാരലായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ലൈൻ ബേസിനോട് പാരലായിട്ട് സെയിം ആ 3 സെൻറ്റിമീറ്റർ കഴിയുന്നിടത്ത് കൊണ്ടേ വെക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? ബേസ് 8 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ ഉള്ള ഹൈറ്റ് ഉള്ളത് കിട്ടി. ഇനി അവരെന്ത് ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാലും വരയ്ക്കാം. നിങ്ങൾ ഇവിടുന്ന് ഇതൊരു ട്രയാങ്കിൾ നോക്കിയതാ, ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് ഇതൊരു ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? സെയിം ബേസ്, സെയിം ഹൈറ്റ്, ഏരിയ സെയിം. ഓക്കെ, അത് കുറച്ചുകൂടി വൃത്തിയില്ല, ഇങ്ങോട്ടാക്കാം. ഓക്കെ, ഇത് ഈ റെഡ് ട്രയാങ്കിൾ ഉണ്ട് മക്കളെ. റെഡ് ട്രയാങ്കിൾ സെയിം ഏരിയ, സെയിം ബേസ്, സെയിം ഹൈറ്റ്. ഓക്കെ, സെയിം ഏരിയ ഉണ്ട്. ഇനി അവർ പറയേണ്ട റൈറ്റ് ട്രയാങ്കിൾ വേണം, മട്ട ത്രികോണം വേണം. അപ്പം എന്ത് ചെയ്യുക? നിങ്ങൾ ഇവിടെ ഉണ്ടോ, ഇവിടുന്ന് 90 ഡിഗ്രി മേലേക്ക് നേരെ വരയ്ക്കുക. അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് സെറ്റ് സ്ക്വയർ ഇത് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു പിങ്ക് കളറിൽ നോക്കിയാൽ, ഈ പിങ്ക് നേരത്തെ ഒരു കൺഫ്യൂഷൻ, ബ്ലൂ കളർ, ബ്ലൂനെ നേരെ ഇങ്ങോട്ടൊരെണ്ണം വരച്ചു. ഓക്കെ, നേരെ ഇങ്ങോട്ട് വരച്ചു. ഓക്കെ, എന്നിട്ട് ഈ അറ്റം ജോയിൻ ചെയ്തു. ഇതൊരു 90 ഡിഗ്രി. ഓക്കെ, ഇതുണ്ട് ഈ ബ്ലൂവിലേക്ക് ഞാൻ 90 ഡിഗ്രി. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ റൈറ്റ് ട്രയാങ്കിൾ. ഒരു റൈറ്റ് ട്രയാങ്കിളും കൂടി വരയ്ക്കാൻ പറ്റുമോ? യെസ്, ഞാൻ പച്ച കളർ വെച്ച് കാണിച്ചിരുതാ. ഇവിടെ നേരെ മേലേക്ക് വരയ്ക്കുന്നു. ഓക്കെ, കുറച്ചുകൂടി വൃത്തിയിൽ വരയ്ക്കാം. ഒരറ്റത്തിൽ നിന്ന്. ഓക്കെ, ഇത് വരച്ചു. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അപ്പുറത്തെ അറ്റത്തേക്ക് ജോയിൻ ചെയ്തു. ഇതൊരു വേറെ റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, ഇതൊരു മട്ട ത്രികോണം, സെയിം ഏരിയ ഉള്ള ഈ ബ്ലൂ ഒരു റൈറ്റ് ട്രയാങ്കിൾ. വേറെ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ സാർ? ഈ ട്രയാങ്കിൾ വരയ്ക്കാം. ഇത് പറ്റും, ഇത് പറ്റും. അങ്ങനെ കുറേ വരയ്ക്കാം സെയിം ഏരിയ ഉള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ബേസിക്കലി ബേസിനോട് ബേസ് ആദ്യം വരയ്ക്കുക, ഹൈറ്റ് വരയ്ക്കുക, അതിന് പാരലായിട്ടുള്ള ഇത് വരയ്ക്കുക, എന്നിട്ട് ചെയ്യുക. ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ വെച്ച് കാണിച്ചുതരാം. ഇതും കൂടി ഉള്ളൂ, ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ മക്കൾസ്. ഓക്കെ, റെഡി. ഡ്രോ ആ റൈറ്റ് ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാവുന്നത്? ഞാൻ ഇതിൻ്റെതാ ഈ സാധനം ഞാൻ കോപ്പി ചെയ്ത് അടുത്ത പേജിലേക്ക് വെക്കുക. ഓക്കെ, കാണിച്ചുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എൻ്റെ കൂടെ ചെയ്യാം. ഓക്കെ, അത് എക്സാമിന് വരുന്ന ടോപ്പിക് കേട്ടോ. വരയ്ക്കുന്ന ചോദ്യം എന്താണെങ്കിലും വരും. ഈ സാധനമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. സെയിം നമുക്ക് ആദ്യം എന്താണ്? ഡ്രോ റൈറ്റ് ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം 7 സെൻറ്റിമീറ്റർ നിലത്ത് വേണം. ഓക്കെ, 7 സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾ സ്കെയിൽ എടുക്കുന്നു, 7 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. ഓക്കെ, ഇത് 7 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് വിശ്വാസമായി. 7 സെൻറ്റിമീറ്റർ. ഓക്കെ, സ്കെയിൽ എടുത്ത് വരയ്ക്കുന്നു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ബേസ് 4 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെറ്റ് സ്ക്വയർ എടുക്കുന്നു. ഓക്കെ, സെറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ സാധനം കേട്ടോ, ഈ സാധനം
ഓക്കെ, ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇതിൽ 4 സെൻറ്റിമീറ്ററിൽ അങ്ങ് വരയ്ക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ വരച്ചൊരു ലൈനായിട്ട് അങ്ങ് വരച്ചൊരു കുഴപ്പമില്ല. ഓക്കെ, ഈ രസമുള്ള കാര്യം ഇവർ നടുക്കിൽ 4 സെൻറ്റിമീറ്റർ വരച്ചാൽ ഇവിടെ വരച്ചു. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അറ്റത്ത് കളിക്കും. നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ മട്ട ത്രികോണം വേണ്ട. അപ്പം ഒന്നെങ്കിൽ ഈ സൈഡിൽ അല്ലെങ്കിൽ ഈ സൈഡിൽ എവിടെയെങ്കിലും 4 സെൻറ്റിമീറ്റർ വയ്ക്കും. അപ്പോൾ ഞാൻ സെറ്റ് സ്ക്വയർ ഇവിടെ വെച്ചു, എന്നിട്ട് 4 സെൻറ്റിമീറ്റർ വരച്ചു കേട്ടോ. 4 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടേക്ക് വരച്ചു. ഓക്കെ, ഏതെങ്കിലും ഒരു അറ്റത്ത് വെച്ചിട്ട് വരയ്ക്കുക. അപ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും സെറ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കുമ്പോൾ കേട്ടോ. ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ വരച്ചു. കഴിഞ്ഞു. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ് മക്കളെ, ഇവനെ ജോയിൻ ചെയ്യും. ഈ അറ്റം ജോയിൻ ചെയ്താൽ മതി. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, ദിസ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ 4 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ ഉള്ള സെയിം ഏരിയ ആണ്. ഓക്കെ, അപ്പം ഡ്രോ റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണം സെയിം പരപ്പളവ് 4 7 ഹാഫ് ഇൻറ്റു ഇവിടെ ഏരിയ എന്താ, ഹാഫ് ഇൻറ്റു 7 ഇൻറ്റു 4 സെയിം ആണ്. ഡ്രോ ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ വിത്ത് 1 ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഇവർ പറയാൻ 90 ഡിഗ്രിയെക്കാട്ടും വലിയ ആംഗിൾ വേണം സാർ. അപ്പം എന്താ ചെയ്യുക, വളരെ സിമ്പിൾ. നിങ്ങളിത് ഇവിടെ വരച്ചു 4 സെൻറ്റിമീറ്റർ. ഓക്കെ, ഈ 4 സെൻറ്റിമീറ്റർ വരച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഏരിയ ഉള്ള ട്രയാങ്കിൾ ഇട്ട് എന്താ, ഈ ബേസ് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, ഈ ബേസിനോട് പാരലായിട്ട് ലൈൻ ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യാം സാർ, ഇവിടെ ബേസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഇവിടെ നിങ്ങൾ ഓൾറെഡി 90 ഡിഗ്രി വരച്ചു. അപ്പോൾ നിങ്ങൾ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെക്കും. എന്താ, ഇങ്ങനെ സെറ്റ് സ്ക്വയർ വെക്കും. അപ്പോൾ എന്താ കിട്ടുക, ഇവിടെ ഒരു 90 ഡിഗ്രിയും കൂടി കിട്ടും. ഇവിടെ ലൈൻ വരയ്ക്കും ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനോട് പാരലൽ ലൈൻ വരയ്ക്കാം. വരെ പാരലൽ സമാന്തര ലൈൻ വരയ്ക്കാറെങ്കിൽ അങ്ങനെ വരച്ചോ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഇതാ ഇവിടെ സെറ്റ് സ്ക്വയർ വെക്കുന്നു. ഓക്കെ, ഇങ്ങനെ വെക്കുന്നു, എന്നിട്ട് ഇവിടെ ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ പാരലൽ ലൈൻ ആ 4 സെൻറ്റിമീറ്ററിൻ്റെ അതിൽ കൂടെ തന്നെ പോണേ. ഇങ്ങനെ പോലെ 90 ഇത് വരയ്ക്കുന്നു. ഓക്കെ, കുറച്ച് നീട്ടി അങ്ങ് വരച്ചോ. ഇങ്ങനെ വരച്ചാൽ നമുക്ക് ഏത് ട്രയാങ്കിളുടെ ഏരിയ വരയ്ക്കാം. അവിടെ സെയിം ഏരിയ ഉള്ള നടുക്കിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം, വരച്ചോ, കുഴപ്പമില്ല. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം, വരച്ചോ. വേറെ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണം, വരച്ചോ. ഇനി ഇവർ വേറെ 90 ഡിഗ്രീനെ കാട്ടും വലുത്. അപ്പോൾ എന്താണ്, നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നതിൻ്റെ പുറത്തേക്ക് വരച്ചോ. പുറത്തേക്ക് വരച്ചാൽ ഇത് വലിയ ആംഗിളാണ്. ഇതുണ്ടോ, ഇത് വലിയ ആംഗിൾ. അപ്പം ഈ റെക്റ്റാങ്കിളിൻ്റെ പുറത്തേക്ക് വരയ്ക്കുക. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വരയ്ക്കാൻ വിചാരിച്ചതാ, ഈ അറ്റത്തേക്ക് ഇതാ ഇവിടേക്ക് വരയ്ക്കാം, പുറത്തേക്ക് വരയ്ക്കാം. അപ്പോൾ എന്താ, ഇത് ഞാൻ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തു. ഈ വളഞ്ഞ ലൈനെ പോയി സ്കെയിൽ വെച്ച് നേരെ വരയ്ക്കണം. ഇത് വരച്ചു, ഇങ്ങോട്ടേക്ക് വരച്ചു. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എന്താണ്, ഈ ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഓക്കെ, ഇനി വേറെ അവർ പറയുകയാണ് സെയിം ഏരിയ ഉള്ള എന്താണ് വേറെ ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരച്ചോ. ഈ മേലെ ജോയിൻ ചെയ്ത് സെയിം ബേസും സെയിം ഹൈറ്റുള്ള എല്ലാം വർക്ക്. ഇത് 3 ട്രയാങ്കിൾ. ഇതാ ഈ ട്രയാങ്കിൾ 90 ഡിഗ്രീൻ്റെ 90 ഡിഗ്രിനെക്കാളും വലുതുള്ളത്, 90 ഡിഗ്രിനും ചെറുത്, എല്ലാം സെയിം ഏരിയ. കാരണം സെയിം ബേസും സെയിം ഹൈറ്റുമാണ്. ഓക്കെ, അതാണ് ഈ ക്വസ്റ്റ്യൻ. ആൻഡ് അതിനേക്കാൾ അപ്പുറമുള്ള ടോപ്പിക്ക് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. പിന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ക്രാഷ് ബാച്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൃഷ്ടി ബാച്ച് ആയിക്കോട്ടെ, എല്ലാത്തിനും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവർ പറയുന്നത് എന്താണ്, ഇതാ നിങ്ങൾക്ക് എഴുതി കാണിച്ചു. ഓൾ ട്രയാങ്കിൾസ് വിത്ത് സെയിം ബേസ് ആൻഡ് തേർഡ് വെർട്ടെക്സ് ആൻഡ് പാരലൽ ലൈൻ ടു ദി ബേസ്. ഓക്കെ, ഇവിടെ സെയിം ബേസ്. ഓക്കെ, ഇപ്പോൾ ട്രയാങ്കിൾ ഇതിനോട് പാരലായിട്ടാണ് ബേസ് എന്താണ് എന്താണ് ബേസിനോട് പാരലായിട്ടല്ലേ ലൈൻ വരച്ചു. ഓക്കെ, മൂന്നാമത്തെ അറ്റം നോക്കി, ഇവിടെ 2 അറ്റം, മൂന്നാമത്തെ അറ്റം ഇതിന് മേലെയാണെങ്കിൽ ആ ട്രയാങ്കിൾസിനൊക്കെ ഏരിയ സെയിം ആണെന്നാണ് പറയുന്നത്. ഇതിനൊക്കെ സെയിം ഏരിയ ആണെന്നാണ് പറയുന്നത്. എത്ര ട്രയാങ്കിൾ വേണം വരച്ചോ, പുറത്തേക്ക് ആയിക്കോട്ടെ ഇപ്പുറത്തേക്ക് ആയിക്കോട്ടെ 90 ഡിഗ്രി ആയിക്കോട്ടെ, എല്ലാത്തിനും സെയിം ഏരിയ. കാരണം സെയിം ബേസും സെയിം ഹൈറ്റും ആണ്. അതാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ തരുന്നത്. അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, വളരെ സിമ്പിളാണ് കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻസ്. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, മെയിൻ കൺസ്ട്രക്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഒരു കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ സാധനമാണ്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ തന്നു നോക്കിയാൽ യു നോ ഹൗ ടു ഡ്രോ ട്രയാങ്കിൾ ഓഫ് 4 5 6 സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, ടു കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദിസ് വി നീഡ് ടു മെഷർ ദ ഹൈറ്റ്. അപ്പം മക്കളെ നമ്മളോട് പറയാണ് 4 5 6 ട്രയാങ്കിൾ വരയ്ക്കാൻ പറയും. നിങ്ങൾ എങ്ങനെ വരയ്ക്കും, ആദ്യം 6 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ എടുക്കുന്നു. എന്നിട്ട് കോമ്പസിൽ ഒരു വര ഇങ്ങനെ വരയ്ക്കുന്നു 4 സെൻറ്റിമീറ്റർ. കോമ്പസിൽ ഇനി 5 സെൻറ്റിമീറ്റർ എടുക്കുന്നു. ഇവിടുന്ന് ഒരു ഇങ്ങോട്ട് കട്ട് ചെയ്യുന്നു. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുമ്പോൾ നിങ്ങൾക്ക് 4 5 6 കിട്ടി. ഓക്കെ, ഇനി സാർ എന്താ ചെയ്യുക, സാർ ഇങ്ങനൊരു ട്രയാങ്കിൾ വരച്ചു, ഇതിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, നമുക്കിതിനെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, വളരെ സിമ്പിൾ. നിങ്ങളിതാ ഈ സാധനമാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നിങ്ങളൊരു സെറ്റ് സ്ക്വയർ 2 രീതിയിൽ ചെയ്യാം. നിങ്ങളൊന്നെങ്കിൽ ഈ സെറ്റ് സ്ക്വയർ, ഓക്കെ, ഒരു സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇവിടെ വെക്കുക. ഓക്കെ, ഇത് ബേസ്. ഓക്കെ, ഇത് ഹൈറ്റ്, ഇത് 90 ഡിഗ്രി ആണെന്ന് മനസ്സിലായപ്പോൾ ഇത് മെഷർ ചെയ്യാം. ഓക്കെ, ഇത് മെഷർ ചെയ്താൽ മതി. ഇത് എത്രയാണ്, 3 സെൻറ്റിമീറ്ററോ 2 സെൻറ്റിമീറ്റർ എത്രയാണെന്ന് വെച്ചാൽ മെഷർ ചെയ്യാം. അത്ര ഉള്ളു ചെയ്യാനുള്ളത്. പക്ഷേ അത് വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, റെഡി, അത് കിട്ടി. പിന്നെ നിങ്ങൾക്ക് സെയിം സംഭവം വീണ്ടും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബാച്ചിൽ പഠിപ്പിച്ച് തരുന്നതായിരിക്കും. ഈ ലാസ്റ്റ് ടോപ്പിക്കിൽ ടെക്സ്റ്റ് ബുക്കിൽ എന്താ ചോദ്യം വരുന്നത്, 3 4 6 സെൻറ്റിമീറ്ററിൻ്റെ ട്രയാങ്കിൾ വരയ്ക്കുക. ഡ്രോ 3 ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാങ്കിൾസ് ഓഫ് സെയിം ഏരിയ. ഓക്കെ, 3 4 6 ട്രയാങ്കിൾ, നിങ്ങൾ 3 4 6 ട്രയാങ്കിൾ വരച്ചു എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കാതാ. ഇത് 3 4 6 ട്രയാങ്കിൾ എന്ന് വിചാരിച്ചു കേട്ടോ.
ഓക്കെ, അത് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് സംശയമില്ല. ഓക്കെ, 6 3 4 എന്ന് വിചാരിച്ചോ. 2 റൈറ്റ് ട്രയാങ്കിൾ സാർ ഇങ്ങനെ വരയ്ക്കും. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ. ഇതാ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം നിങ്ങളിതാ ഇതിനോട് ഹൈറ്റ് വരയ്ക്കും, എന്നിട്ട് ഇതിനോട് പാരലായിട്ട് ലൈൻ വരയ്ക്കും. ഓക്കെ, ഇതിനോട് പാരലായിട്ട് ലൈൻ വരയ്ക്കും. ഓക്കെ, അത് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് പാരൽ ലൈൻ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും വരച്ചോ, അത് നിങ്ങൾ ചെയ്യണം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. സെയിം ഏരിയയുള്ള ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇതാദ്യം ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഇവിടെ ഇത് വെക്കാം, എന്നിട്ട് സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ചിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കാം, എന്നിട്ട് ഇവിടെ എത്തിയിട്ട് വീണ്ടും സെറ്റ് സ്ക്വയർ തിരിച്ച് പിടിക്കാം. ഓക്കെ, എന്നിട്ട് ഈ ലൈൻ വരയ്ക്കാം. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അല്ലെ പാരൽ ലൈൻ നിങ്ങൾക്ക് സ്കെയിലും സെറ്റ് സ്ക്വയറും വെച്ച് നീക്കി വേണം ചെയ്യാം. ഇത് കിട്ടി. ഇനി നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ അറ്റത്തുനിന്ന് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇത് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരെണ്ണം ഞാൻ ബ്ലൂ കളറിൽ വെച്ച് മനസ്സിലായി. ഇതിങ്ങനെ വരയ്ക്കാം, നേരെ ലൈന്, ഇത് ഒരെണ്ണം കിട്ടി. ഓക്കെ, അതേപോലെ ഞാൻ ഇവിടെ നേരെ ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഓക്കെ, ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കിട്ടി. ഓക്കെ, 2 എണ്ണമായി. ഇനി നമുക്ക് എന്താ ചെയ്യുക സാർ, ഈ 2 എണ്ണം കിട്ടുന്നത് 3 എണ്ണം ഇങ്ങനെ കിട്ടുക. സിമ്പിളാണ്. ഇവിടുന്ന് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടുന്ന് ഇങ്ങനെ തലയും കുത്തിന്. നിങ്ങൾ ടീച്ചർ അങ്ങനെ സംഭവിക്കും സാർ, ഇതൊരു ട്രയാങ്കിൾ 1, ഇതൊരു ട്രയാങ്കിൾ 2. സാർ ഇനി തലയും കുത്തിന് ആലോചിച്ചാലോ, ഇതൊരു ട്രയാങ്കിൾ അല്ലേ, ഇതിൻ്റെ ബേസ് സെയിം, അതിൻ്റെ ഹൈറ്റ് സെയിമാണ്. ഓക്കെ അല്ലേ സാർ, ഇത് പറ്റുമോ? ഇനിയിപ്പോൾ നിങ്ങൾ ടീച്ചർ പറയണത് പറ്റൂല, ആ ഉടായിപ്പോൾ നടക്കൂല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ സാധനം ഇതാ നമ്മുടെ ആദ്യത്തെ ട്രയാങ്കിളില്ലേ, അത് ഒന്നുകൂടി വരയ്ക്കാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്കൊന്നുകൂടി വരച്ച് മനസ്സിലാം. സാർ ഇപ്പം നമ്മൾ ഈ ബേസിനോട് പാരലായിട്ടല്ലേ വരച്ചത്, അതിന് നമുക്ക് ഈ ബേസിനോട് പാരലായിട്ട് വരച്ചുകൂടെ? പറ്റും. ഈ ബേസിനോട് പാരലായിട്ട് വരച്ചുകൂടെ? പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനോട് പാരലായിട്ട് ഇവിടെ ലൈൻ വരച്ചാൽ ഞാൻ എന്ത് ചെയ്തു, അത് ബേസാക്കി എടുത്തു, അതിനോട് പാരലായിട്ട് വരച്ചു, എന്നിട്ട് 90 ഡിഗ്രീസ് വരച്ചോ. എന്നിട്ട് വളരെ സിമ്പിൾ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു. ഓക്കെ, ഇതൊരു 90, ഇത് റൈറ്റ് ട്രയാങ്കിളാണ്, ഇത് റൈറ്റ് ട്രയാങ്കിളാണ്. ഓക്കെ, ഞാൻ പിങ്ക് കളറിൽ വേറെ റൈറ്റ് ട്രയാങ്കിൾ കാണിച്ചാൽ, ഇത് റൈറ്റ് ട്രയാങ്കിളാണ്, ഇത് റൈറ്റ് ട്രയാങ്കിളാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ റൈറ്റ് ട്രയാങ്കിൾസ്. അപ്പോൾ ബേസിക്കലി സാർ ഇത് മാത്രമല്ല, ഇത് ബേസ് ആയിട്ട് വെക്കുക. ഇനി വേണമെങ്കിൽ സാർ ഇവൻ ബേസ് ആയിട്ട് വെച്ചിട്ട് പാരലായിട്ട് വരയ്ക്കാം. ഇത് റൈറ്റ് ട്രയാങ്കിൾ കിട്ടും, ഇത് റൈറ്റ് ട്രയാങ്കിൾ കിട്ടും, എത്ര വേണമെങ്കിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 3 എണ്ണമൊക്കെ വളരെ സിമ്പിളായിട്ട് ഇതാ അത് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, ഹൗ മെനി ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ വിത്ത് വാട്ട് ഇസ് ദ ഏരിയസ് ബി. നിങ്ങൾക്ക് വരയ്ക്കാം, എത്ര വേണം വരയ്ക്കാം. അതിനുള്ള സംഭവങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്തോ, കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരു ബോണസ് ആയിട്ട് നിങ്ങളുടെ മാർച്ച് 2025 എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രയാങ്കിൾസ് ഹാസ് എൻ ഏരിയ ഓഫ് 12 സെൻറ്റിമീറ്റർ. നിങ്ങളൊന്ന് ഹോംവർക്കായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാം. ഇതിൽ ഏതാണ്, എ ആണോ ബി ആണോ സി? ഇത് PYQ എന്ന് പറഞ്ഞിട്ട് ആൻസർ ആണ്. ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ, ബാച്ചിൽ പഠിപ്പിക്കുന്നുണ്ട്. ഡ്രോ ട്രയാങ്കിൾ ഓഫ് ഏരിയ 24. വളരെ സിമ്പിളാണ്. ഇതിൽ ഏതാണോ മാച്ച് ചെയ്യുന്നതിന് ഡബിൾ ആക്കുക. ഓക്കെ, 1 സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ഓഫ് ഏരിയ. ഓക്കെ, ഇത് രസമുള്ള ക്വസ്റ്റ്യൻ, നമുക്ക് ചെയ്യാം. ഈ 1 സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ഓഫ് ഏരിയ വിത്ത് 40. അപ്പോൾ ഏരിയ എത്രയാണ്, 48 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അതിൻ്റെ ഒരു സൈഡ് എത്രയാണ്, 12 ആണെങ്കിൽ വാട്ട് ഈസ് ദ ഹൈറ്റ് ഫ്രം ദ കോർണർ ടു ദി ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ആണ് ചോദിക്കുന്നത്. ഒരു ട്രയാങ്കിൾ എടുക്കുക. അപ്പോൾ നമുക്കിത് 12 സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കാം. ഏരിയ തന്നിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഫ്രം ദ കോർണർ ടു ദി ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡിലെ മൂലയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഹൈറ്റ്. അപ്പം ബേസിക്കലി ഹൈറ്റ് തന്നെയാണ് ചോദിക്കുന്നത്. ഹൈറ്റ് എത്രയാണ് ചോദിക്കുന്നത്. ബേസ് 12 ആണ്, ഹൈറ്റ് എത്രയാണ്, ഹാഫ് BH ആണ് ബേസ്. ഓക്കെ, ഏരിയ 48. ഓക്കെ, ബേസ് തന്നു, അപ്പോൾ ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു H. ഓക്കെ, 48. മക്കളെ ഈ 12/6 ആക്കുക. 6 ഇൻറ്റു H ആണ് 48. അപ്പോൾ ഹൈറ്റ് എത്രയാണ്, 48/6. ആൻസർ എത്രയാണ് വരിക, നമുക്ക് കിട്ടും 48/6 എന്ന് പറഞ്ഞാൽ 8 സെൻറ്റിമീറ്റർ ആണ് ഓപ്പോസിറ്റ് സൈഡ് എന്നുള്ള ഈ കോർണറിലേക്കുള്ള ഹൈറ്റ്. ചാപ്റ്റർ കഴിഞ്ഞു, അതോടെ മൊത്തം പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. വളരെ ഷോർട്ടായിട്ട് ഫുൾ സംഭവം പഠിച്ചിട്ടുണ്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾസ്. നിങ്ങൾ ക്രിസ്മസ് എക്സാമിനും ഫൈനൽ എക്സാമിനും ധാരാളമാണിത്. പഠിക്കാനുള്ള ക്വസ്റ്റൻസ് ഒന്ന് സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരു ഡീറ്റെയിൽ ക്ലാസ് വേണം ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻസിൽ അറിയിക്കുക. അരൻ സർ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.